കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതും ഉൽപാദന ചെലവ് വർദ്ധിച്ചതും കാരണം ചെറുകിട ഓയിൽ മിൽ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. നിലവിലെ സാഹചര്യം തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണെന്ന് ഇവർ പറയും. നാളികേര കൃഷിയിൽ നേരിടുന്ന പ്രതിസന്ധി കർഷകരെ മാത്രമല്ല, അനുബന്ധ മേഖലയിലുള്ളവരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമാണ് ചെറുകിട ഓയിൽ മിൽ മേഖല. മാർക്കറ്റുകളിൽ ആവശ്യത്തിന് പച്ചത്തേങ്ങ ലഭിക്കാത്തതും നാട്ടിൻപുറങ്ങളിൽ പോലും കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതുമെല്ലാം വ്യവസായത്തെ ഏറെ ബാധിച്ചിരിക്കുകയാണ്. നിലവിൽ ചെറുകിട ഓയിൽ മിൽ മേഖലയിൽ ഉൾപ്പെടെ ഒരു ടിൻ വെളിച്ചെണ്ണയ്ക്ക് 3950 ലിറ്ററിന് 270 രൂപയുമാണ് വില. ഈ സാഹചര്യം തുടർന്നാൽ വെളിച്ചെണ്ണ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് മില്ലുടമകൾ പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കാന്ന് വെച്ചാൽ ഒരു കിലോന് 150-150 രൂപയായിട്ടാണ് കിട്ടുന്നത്. പണ്ട് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഈ വില കൂടുന്ന തേങ്ങയുടെ വില കൂടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയത് 68 രൂപയായിട്ടാണ്. ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ 150 രൂപ വെച്ചിട്ട് കിട്ടുമ്പോൾ വെച്ചാൽ 1600 കൊപ്ര വേണം ഒരു കിലോ എണ്ണ. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അതിന് തന്നെ 245 രൂപ 250 രൂപ വില വന്നു. പിന്നെ നമ്മളെ വെച്ചിട്ടുണ്ടതും ജോലിക്കാരതും നോക്കുക വെച്ചാൽ ഇപ്പം നമ്മൾ വെക്കുന്നത് 270 രൂപയ്ക്കാണ്. ആ 270 രൂപ നമുക്ക് മുതലാകുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന് ആട്ടുന്ന പൈസ തന്നെ ഒരു 10 രൂപയ്ക്ക് ലാഭം കിട്ടും. അതിൻ്റെ പിണ്ണാക്കിൻ്റെ പൈസ കൊടുക്കാം. അതേസമയം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ മായം കലർന്നതും ഗുണനിലവാരമില്ലാത്തതുമായ പാക്കറ്റ് വെളിച്ചെണ്ണകൾ യഥേഷ്ടം ലഭിക്കുന്നതും ചെറുകിട ഓയിൽ മിൽ മേഖലകളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പരിശോധനയും കർശനമാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ഒപ്പം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്ന ആവശ്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.